ഇന്ന് നമുക്ക് മുട്ടയും ഗോതമ്പ് പൊടിയും കൊണ്ട് ഒരു അടിപൊളി പലഹാരം ഉണ്ടാക്കാം. അതിന് 1 കപ്പ് ഗോതമ്പ് പൊടി, 1/2 കപ്പ് റവ, 2 മുട്ട, ആവശ്യത്തിന് പഞ്ചസാര. ആദ്യം നമുക്ക് പഞ്ചസാര ഒരു പാത്രത്തിലേക്ക് ഇടാം. പിന്നീട് ഞാൻ ഒരു മുട്ടയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഒരു മുട്ട പൊട്ടിച്ച് ആ പഞ്ചസാരയിലേക്കിട്ട് നന്നായി അടിച്ചെടുക്കുക. വേണമെങ്കിൽ നമുക്കൊരു മിക്സീൻ്റെ ജാറിൽ അടിച്ചെടുക്കാം. ആ പഞ്ചസാര കോഴിമുട്ടയിൽ അലിയണം. അതിനുശേഷം നമുക്ക് അതിലേക്ക് കറുത്ത എള്ളും കുറച്ച് ഏലക്കാപ്പൊടിയും ഇടുക. പിന്നീട് ആ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഒരു തരി ഉപ്പിടുക. ഇനി നമ്മൾ ഈ കോഴിമുട്ടയിൽ വേണം ഈ ഗോതമ്പ് പൊടിയും റവയും ഇട്ടിട്ട് കുഴച്ചെടുക്കാൻ. ഇനി നമുക്ക് ഈ ഗോതമ്പ് പൊടിയിൽ ഈ കോഴിമുട്ടയിലേക്ക് ഞാൻ 2 സ്പൂണ് ഗോതമ്പ് പൊടി ഇട്ട് പിന്നെ 1 സ്പൂണ് റവ ഇട്ട് ഇതൊന്ന് കുഴച്ച് നോക്കി. കുഴച്ചപ്പോൾ ഇങ്ങനെയാണ് ആയത്. അപ്പം പിന്നെ വീണ്ടും ഞാൻ 2 സ്പൂണ് ഗോതമ്പ് പൊടി ഇട്ട് 1 സ്പൂണ് റവ ഇട്ട് ഇങ്ങനെ കുഴച്ചെടുത്തു. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. പരത്തിയതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലിത് ആക്കിയെടുക്കാം. ഞാനിങ്ങനെ ഇങ്ങനെ ആക്കിയെടുത്തു. കത്തി ഉപയോഗിച്ച് മുറിച്ചിട്ട് ഇങ്ങനെ ആക്കിയെടുത്തു. ഇനി നമുക്ക് ചൂടായ എണ്ണയിൽ ഇതൊന്ന് ചുട്ടെടുക്കാം. ഓരോന്നോരോന്നായി ഞാൻ അതിലേക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് പൊങ്ങി വരുന്നുണ്ട്. അതാ ഇനി വെന്തതിന് ശേഷം ഞാൻ അത് ഓരോന്ന് കോരുന്നുണ്ട്. വീണ്ടും ഇട്ട് കൊടുത്ത് 2 സൈഡും നന്നായി വെന്തതിന് ശേഷം നമുക്കത് കോരിയെടുക്കാം. നമ്മുടെ പലഹാരം ഇവിടെ റെഡിയായി.